ഹലോ, നമ്മളപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഗുവാഹട്ടി, ആസാമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി വിളിച്ചിട്ടാണ് മേഘാലയ പോകുന്നത്. ഷിലോങ്ങിലേക്കാണ് പോകുന്നത്. മേഘാലയ ഷിലോങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗുവാഹട്ടി ആസാമിലെത്തി. ആസാമിലത്തെ ആൾക്കാരുണ്ട്, ആൾക്കാരുണ്ട്. ആയോട് നമ്മളെ ഡ്രൈവറാണ്, കുറേ ആൾക്കാരുണ്ട്. 3 ആദ്യം വിടോ. അപ്പോൾ ഇവിടുത്തെ 500 രൂപയാണ്. ഷിലോങ്ങിലേക്ക് ഒരാൾക്ക് 500 രൂപയാണ്. ഇവിടെ കാണാൻ പറ്റും പെർമിറ്റ്. അരുണാചൽ പ്രദേശ്, മേഘാലയ, ആസാം മൂന്ന് സംസ്ഥാനത്തേക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമുക്ക് ആൾക്കാരുണ്ട്. ഓട്ടോ ഉണ്ട്, നാട്ടിലത്തെ അതേപോലത്തെ ഓട്ടോ ആണ് ഇവിടെ. ഓട്ടോറിക്ഷ നമ്മുടെ നാട്ടിലുള്ള അതേ ഓട്ടോറിക്ഷ ആണ്. ഫുള്ള് നാട്ടിലത്തെ അതേ ഓട്ടോറിക്ഷ ഒക്കെ നാട്ടിൽ തരും. നല്ല രസമുണ്ടോ അതില്. ഒരു ആസാമാണ്. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ ആസാം? ഇതെല്ലാം പേരക്ക, പപ്പായ, പിന്നെ ബസ്സൊക്കെ ഇവിടെ AC ബസ്സൊക്കെയാണ്. നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ. അവിടെ കാണാൻ നല്ല ഒരുപാട് രസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് 2 ദിവസമായി ഇന്നേക്ക്. കാരണം എവിടുന്നോ വന്നതാണ്. കാരണം നമുക്ക് അവിടെ ഒന്നും റൂമൊന്നും എടുക്കാൻ പറ്റിയില്ല കൊൽക്കത്തയിൽ. നമ്മുടെ ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പിൽ അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു വൃത്തി കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ബസ്സുണ്ട്, ബസ് ഉണ്ട്. ഇതാണ് ബസ്, നമ്മുടെ ബസ് ഫുള്ള് ബസ്. മേഘാലയ എന്ന സംസ്ഥാനത്തെ ഷിലോങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പുറപ്പെടുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് പുറപ്പെടും. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഒരാൾക്ക് 500 രൂപയാണ്. അങ്ങനെ 5 പേരാണ് പോകുന്നത്. 500 രൂപ വെച്ചിട്ട് 5 പേരോ അല്ലെങ്കിൽ 6 പേരാണ് ഈ വണ്ടിയിൽ പോകുന്നത്. മേഘാലയ എന്ന സംസ്ഥാനം, ദ സ്റ്റേറ്റ് ഓഫ് മേഘാലയ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഷിലോങ്ങിൽ റൂം എടുത്തിട്ടാണ് അവിടുന്ന് 3 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യും. ഇന്ന് നമ്മൾ 6ാമത്തെ ദിവസമാണ്. ഇന്ന് വന്നിട്ട് 13, 14, 15, 16, 17, 18 ഇന്നൊക്കെ 6 ദിവസമായി. അപ്പോൾ ഇപ്പോൾ സുമോയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 350 രൂപ ഉള്ളൂ. പക്ഷേ ഈ വണ്ടി AC മറ്റു കുറച്ചും കൂടി സൗകര്യം കൂടുതലുള്ളതുകൊണ്ട് ഇതിന് 500 രൂപയാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരാളും കൂടി ഉണ്ട്, മൊത്തം 2 പേര്. ബാക്കിയുള്ളവരെ കൂടെയുള്ള ഒരു 4 പേരും കൂട്ടിയിട്ടാണ് നമ്മൾ മൊത്തമായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം 108 കിലോമീറ്ററോളം ഉണ്ട്. മൊബൈലിലൊന്നും ചാർജ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, അതെ, നമുക്ക് ഷിലോങ്ങിലേക്കുള്ള തയ്യാറെടുപ്പ് റെഡിയായി. ഷിലോങ്ങിലേക്കുള്ള അപ്പോൾ ഇപ്പോൾ വണ്ടി വിടും. ഒരാൾക്ക് 500 രൂപയാണ്. ഷിലോങ്ങിലേക്ക് 500 രൂപയാണ് കേട്ടോ. ഷിലോങ്ങിലേക്ക് ഒരാൾക്ക് 500 രൂപയാണ്. അപ്പോൾ നമ്മൾ ഷിലോങ്ങിലേക്ക് കാണാം. ഓക്കെ, ഷിലോങ്ങിലേക്ക് കാണാം. ഇതാണ് ഗുവാഹട്ടിയിൽ നിന്ന് നമ്മൾ മേഘാലയ പോകുന്നതിൻ്റെ ദൃശ്യപരമായ കാഴ്ചകളാണ്. അപ്പോൾ സൗദിനെ പുറകിൽ കയറ്റി, സൗദിനെ ഫ്രണ്ടിൽ കയറ്റിയില്ല. ഞാൻ ഫ്രണ്ടിൽ ആദ്യം കയറിയിരുന്നു. നമ്മൾ പിന്നെ അറിയാലോ, നമ്മൾ ആദ്യം കയറിയിട്ട് ഫ്രണ്ടിൽ കയറിയിരുന്നു. എന്നോട് ഇറങ്ങാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങിയില്ല. അമ്മ ഇറങ്ങുമോ, നമ്മളേത് സാധനം. അപ്പോൾ അതൊക്കെയാണ്. നമ്മൾ ആദ്യം തന്നെ ഡ്രൈവറെ കൊപ്പിയിലാക്കിയിരുന്നു. അപ്പോൾ ഡ്രൈവർ മച്ചാനായിട്ട് ഞാൻ നല്ല കമ്പനി. അപ്പോൾ എന്നെ ഫ്രണ്ടിലെത്തി, ലേഡീസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനോട് ബാക്കിൽ ഞാൻ പറഞ്ഞ്, ഡ്രൈവർ പറഞ്ഞ് നമ്മളെ ചോട്ടമ്പായി ഫ്രണ്ടിലേ ഇരിക്കണം, അവനൊരിക്കലും പുറകിൽ എത്താൻ പറ്റില്ല. നമ്മൾ ഡ്രൈവർ കുട്ടപ്പൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം കയ്യിലാക്കിയത് ഡ്രൈവറിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവർ ചാട്ടം പരിചയപ്പെട്ടതാ. നല്ല കുട്ടപ്പനായിട്ടുണ്ടതാ. എൻ്റെ സുമേഷ് ഡ്രൈവറിനെ പോലെയാണ്. കാണാൻ ഏറ്റവും കൂടുതൽ വാട്ടർഫാൾസിൻ്റെ രൂപദൃശ്യം കാഴ്ച ഏറ്റവും മനോഹരമായി കാണുന്ന സ്ഥലമാണ് ചിറാപൂഞ്ചി. അപ്പോൾ അവിടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും നമ്മൾ ഈ കാണുന്ന ആതിരപ്പള്ളി വാട്ടർഫാൾസും അതേപോലെ തന്നെ തേനി വാട്ടർഫാൾസും അങ്ങനെ ഒരുപാട് വാട്ടർഫാൾസൊക്കെ നമുക്ക് കണ്ട് രസിക്കാൻ പറ്റും നമ്മളെ നാട്ടിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ, അയൽ സംസ്ഥാനത്തൊക്കെ. പക്ഷേ മേഘാലയയിൽ ഷിലോങ്ങിൽ ചിറാപൂഞ്ചി എന്ന സ്ഥലത്ത് നല്ല മനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അതിമനോഹരമായ വെള്ളച്ചാട്ടം. അതായത് ഒരു കിണറിലേക്ക് പോകുന്നൊരു റൗണ്ട് ആകൃതിയിലുള്ള വെള്ളച്ചാട്ടം. സാധാരണ നമ്മൾ വെള്ളച്ചാട്ടം അതിലേക്ക് ഇറങ്ങാനോ ഇതാക്കാനോ, ഇത് നല്ല അതിനകത്ത് കൂടി നമുക്ക് മുകളിൽ കൂടി പോയി താഴെ കൂടി ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ ഈ മറ്റുള്ളവർ പോയിട്ടുള്ളൊരു പരിചയത്തിൽ പറഞ്ഞതാണ്. പക്ഷെ അവിടെ പോയിട്ടാകുമ്പോൾ അതിൻ്റേതായ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത യൂട്യൂബിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ മലയാളികൾ അപൂർവം പേരെ പോയിട്ടുള്ളൂ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അപൂർവം പേരെ മേഘാലയയിലെ ഷിലോങ്ങിലേക്ക് പോയിട്ടുള്ളൂ. നല്ല മനോഹരമാണ്. പക്ഷേ നമുക്ക് പോകണമെങ്കിൽ ഒരുപാട് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് ട്രാവൽ ചെയ്യണം. ഏകദേശം ഒരുപാട് ട്രാവൽ ചെയ്യണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പോകാൻ അത്ര കൂടുതൽ ശ്രമിക്കാറില്ല. പക്ഷെ നമ്മളിത് ഒരുപാട് ദിവസം നമ്മൾ 6 ദിവസമായി ഇവിടെ എത്താൻ വേണ്ടി. ഡയറക്റ്റ് നമുക്ക് വരാം. ഡയറക്റ്റ് വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 98-96 മണിക്കൂറോളം നമ്മൾ ട്രെയിനിലും വാഹനങ്ങളിലായിട്ട് സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഈ മേഘാലയ ഷിലോങ്ങിലേക്ക് വരുന്നത് അപൂർവം പേരേ ഉള്ളൂ. അത്യാവശ്യം നമ്മൾ ഈ ബ്ലോഗർമാരെ പ്രത്യേകിച്ച് വരാറുള്ളൂ. അല്ലാതെ ഫാമിലി ആയിട്ടോ അല്ലാതെ ഹണിമൂണിനെ സംബന്ധിച്ച് അങ്ങനെ ആരും മേഘാലയ ഷിലോങ്ങിലേക്ക് വരാറില്ല. അധികം ആൾക്കാരും പോകുന്ന ഹിമാചൽ പ്രദേശിലെ അജ്മീർ അല്ലെങ്കിൽ ഡൽഹി, ഗോവ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകാറുള്ളൂ. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാനോ അല്ലാതെ നമ്മളൊരു വൈറലാകാനോ അതിനോട് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല. എനിക്ക് എൻ്റേതായ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയൊന്നും എനിക്ക് വേണ്ട. ആരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം എനിക്ക് എൻ്റേതായ ഒരു ജോലിയുണ്ട്. ആ ജോലി കിട്ടുന്ന ശമ്പളം എനിക്ക് മതി. അത് വെച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് പോകും. അല്ലാതെ കുറേ പേര് എന്നോട് ചോദിച്ചു യൂട്യൂബിൽ വൈറലായിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒന്നും താല്പര്യമില്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. എൻ്റെ നാട്ടിലുള്ളവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒന്ന് ഞാൻ പോയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളിത് യൂട്യൂബിലിട്ടൊരു വരുമാനം ഉണ്ടാക്കാനുള്ള എന്നെ ഓൾറെഡി ജിയോ മച്ചാൻ എന്നെ ഓൾറെഡി 3 വർഷം മുമ്പ് യൂട്യൂബിലൂടെ പരിചയപ്പെടുത്തിയാണ്. അത് ഏകദേശം 30 ലക്ഷം ആൾക്കാർ ആ യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൽ ഞാൻ നല്ല രീതിയിൽ ഞാനൊരു ചെറിയൊരു കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ വൈറലാണെന്ന് 30 ലക്ഷം ആൾ കണ്ട അത് മാത്രമേ നമുക്ക് ധാരാളം. ചിറാപൂഞ്ചിയിൽ നിന്ന് ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് ഞാൻ നല്ല രീതിയിൽ ദൃശ്യപരമായി ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. എൻ്റെ യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ കണ്ടാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രദേശങ്ങൾ നിങ്ങൾ കാണണം. ഒരുപാട് നഗരങ്ങൾ കാണണം. ആ നഗരങ്ങളിലുള്ള ഒരുപാട് ആൾക്കാരായിട്ട് നമ്മൾ പരിചയപ്പെടണം. ഒരുപാട് നഗരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. സംസ്ഥാനങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നഗരങ്ങളിൽ കാണുന്ന കാഴ്ചകളല്ല മറ്റൊരു നഗരങ്ങളിൽ നമ്മൾ കാണുന്നത്. ഓരോ പ്രദേശത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ പൈസകൾ, അവിടുത്തെ പെരുമാറ്റങ്ങൾ, അവരുടെ ജീവിതശൈലികൾ, അവിടുത്തെ ആൾക്കാരുടെ മറ്റു ഭക്ഷണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പല രീതിയിലും പല രൂപത്തിലാണ് നമ്മൾ മറ്റു പ്രദേശങ്ങളിൽ പോയി കാണാൻ പറ്റുന്നത്. അവിടുത്തെ ഭാഷകൾ വരെ വ്യത്യസ്തമാണ്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണമായിരിക്കില്ല നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലോ അന്യ രാജ്യങ്ങളിലോ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം നേരെ മറിച്ച് ദുബായിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നലെ പോയ കൊൽക്കത്ത, ദുബായിലെ ദേറ പോലെ തന്നെ ഉണ്ട്. സെയിം ദേറ പോലെ തന്നെ ഉണ്ട് ഒരു കോളനി. പക്ഷേ ആകെയുള്ളൊരു തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ദേറ അത്യാവശ്യം അതേപോലെ സെയിം ദേറ പോലെ തന്നെ, അതായത് ഒരു സ്ട്രീറ്റ് മറ്റൊരു സ്ട്രീറ്റ്, അങ്ങനെ 4 സ്ട്രീറ്റ് കൂടിയുള്ള ബിൽഡിങ്ങും അതിൻ്റെ താഴെയുള്ള കടകളും മുകളിൽ താമസവും അതിൻ്റെ AC സെയിം. ഞങ്ങൾക്കൊരു ദേറാൽ, അന്ന് ഞാൻ ദുബായിലെ ദേറാൽ പോയൊരു കാഴ്ച തന്നെയാണ് അവിടെ പോയപ്പോൾ എനിക്ക് കണ്ടത്. പക്ഷേ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ദേറ നല്ല നീറ്റ് ആൻഡ് വൃത്തിയാണ്. നല്ല വൃത്തിയായിട്ട് അവർ ആ സ്ഥലങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ബൽദിയാൻ്റെ ഡബ്ബയിലൊക്കെ കൃത്യമായ ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇടും. പോലീസുകാർ വന്നത് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യും, വാച്ച് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ആ നഗരം വൃത്തിയായി പോകും. പക്ഷേ ഇവിടെ ആകെ പ്രശ്നം വൃത്തിയില്ല. ഉള്ള ചപ്പ് ചവറകളൊക്കെ വലിച്ചിട്ട് ആൾക്കാരെ മേത്തും വരും. പിന്നെ ഓട്ടോറിക്ഷക്കാരൊക്കെ തെറി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമൺ സെൻസ് ഇല്ലാതെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതൊരു പ്രത്യേകത ഉള്ളത് അങ്ങനെയുള്ള പ്രത്യേകത. അപ്പോൾ രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ഒരുപോലെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. നഗരം ഏറ്റവും നല്ലത് നാടാണ് കേട്ടോ. ഞാൻ എല്ലാ നഗരങ്ങളിലും താമസിക്കും. കന്യാകുമാരി തൊട്ട് മംഗലാപുരം വരെ, കേരളത്തിൻ്റെ ആ അറ്റം തൊട്ട്, അതായത് തിരുവനന്തപുരം ടു കാസർഗോഡ്, അതിൻ്റെ ഏറ്റവും ലെങ്ത്തിൽ പോകുന്ന കന്യാകുമാരി ടു മംഗലാപുരം വരെ എല്ലാ നഗരങ്ങളിലും ഞാൻ താമസിച്ചിട്ട് എല്ലാ നഗരങ്ങളിലും ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് റൂം തരും. 60 ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ 60 ദിവസം നമുക്ക് എന്ത് ചെയ്യും, റൂമിൻ്റെ
കാര്യത്തിന് ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി നമുക്ക് റൂം തരും. 60 ദിവസമെങ്കിൽ 60, എത്ര ദിവസമാണോ ഷൂട്ടിങ്ങുള്ളത് അത്രയും ദിവസം നമുക്ക് റൂം തരും. പക്ഷേ ഏറ്റവും നല്ലത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും താമസിച്ച ഓരോ നഗരത്തിലും എക്സ്പീരിയൻസ് വെച്ച് ഏറ്റവും മനോഹരമായത് എൻ്റെ നാട് തന്നെയാണ്. അതിൽ കൂടുതൽ ഒരു ജില്ലയും അതിന് പകരക്കാരനില്ല. കാണാം, പക്ഷേ ഇപ്പോൾ നാട്ടിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ ഫുഡ് എത്തില്ല. പക്ഷേ എറണാകുളത്ത് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ നമ്മളെ റൂമിൻ്റെ വാതിക്ക ഫുഡ് എത്തും. പക്ഷേ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എറണാകുളത്ത് നമുക്ക് കുളിക്കുന്നത് തീട്ടവെള്ളത്തിലായിരിക്കും. പക്ഷേ പ്രകൃതിയിൽ ഇണങ്ങിയ വെള്ളം കിട്ടണമെങ്കിൽ അതെൻ്റെ നാട്ടിലേ കിട്ടുള്ളൂ. നാട്ടിലുള്ള പ്രകൃതി ഭംഗി ഒരു സ്ഥലത്തും കിട്ടൂല. അത് ദുബൈയിലാണെങ്കിലും കിട്ടൂല. ദുബായ് നഗരം കാണാൻ പട്ടണമാണ്, കാഴ്ചപ്പാടിൽ അതിമനോഹരമാണ് ദുബായ്. ഏറ്റവും ഉയർന്ന കെട്ടിടം, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമുള്ളതും ദുബായിൽ തന്നെയാണ്. അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ ബഹ്റൈനിൽ പോയപ്പോൾ ഉപ്പുവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. ദുബായിൽ സത്വല് പോയാലും ഉപ്പുവെള്ളത്തിൽ കുളിക്കേണ്ട അവസ്ഥയുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ട്, പക്ഷെ എന്നാലും ഉപ്പ് കലർന്ന വെള്ളം തന്നെയാണത്. അപ്പോൾ നല്ല പ്രകൃതിയോട് ഇണങ്ങിയ അന്തരീക്ഷവും വെള്ളവും കിട്ടണമെങ്കിൽ അത് നാട്ടിലേ കിട്ടുള്ളൂ, വേറൊരു സ്ഥലത്തും കിട്ടില്ല. ഞങ്ങൾക്ക് നഗരങ്ങളിൽ താമസിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നഗരങ്ങളിൽ താമസിക്കുന്നത്. കാരണം നഗരങ്ങളിൽ ചിലപ്പോൾ പോവാത്തവർക്ക്, ചിലപ്പോൾ പോയി ശീലമില്ലാത്തവർക്കൊക്കെ ചില ആഗ്രഹങ്ങളുണ്ടാവും. നമ്മളെ നാടൊക്കെ എന്താണിത്, അയ്യേ ഒന്നുമില്ല, കാണാനൊന്നുമില്ല. പക്ഷെ ഒന്നുമില്ല, നഗരങ്ങൾ വെറും രാത്രി കാലങ്ങളിൽ കാണുന്ന കാഴ്ചകളും പകല് പൊടിയും മറ്റു മലിനമായ അന്തരീക്ഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണം തന്നെയാണ്. അതിലൊരിക്കലും ജീവിക്കാൻ ഭയങ്കര പാടാണ്. നാട്ടിലങ്ങനെയല്ല. നാട്ടിൽ നമുക്ക് നമ്മളേതായ ഇഷ്ടങ്ങൾ. എത്ര മനോഹരമാണ്, മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര മനോഹരമാണ് ആ നാട്ടിൽ. മൂന്നാറുണ്ട് കേട്ടോ. മൂന്നാർ ഒരു കുഴപ്പമില്ലാത്ത പ്രദേശമാണ്. മൂന്നാറൊക്കെ നല്ല പ്രകൃതി ഇണങ്ങിയ വെള്ളങ്ങളൊക്കെ മൂന്നാർ കിട്ടും. ഞാൻ പക്ഷെ മൂന്നാർ ടൗൺ അല്ല കേട്ടോ. മൂന്നാർ ടൗണിൽ അത്യാവശ്യം നമുക്ക് മലിനമായിട്ട് തന്നെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളത്. നമ്മൾ മൂന്നാർ ടൗണിലാണെങ്കിലും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. കാരണം പക്ഷെ കുറച്ചും കൂടി മൂന്നാർക്ക് എത്തുന്ന അടിമാലിക്കും മൂന്നാറിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ അതേപോലെ ഒരു ഭംഗി കിട്ടും. ഇടുക്കിയിലാണെങ്കിലും നമുക്ക് ഇടുക്കി പോയി കഴിഞ്ഞാൽ ചില പ്രദേശങ്ങളിൽ നമുക്ക് നാട്ടിലുള്ള ഭംഗി കിട്ടും. എന്നാലും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെതായ ഒരുപാട് നാടിനെ മലിനമാക്കും. അപ്പോൾ എനിക്കേറ്റവും കൂടുതൽ ഇത്രയും ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും പോയി, കേരളത്തിൽ പോകാനുള്ള സ്ഥലങ്ങൾ മാത്രം ഇനി ബാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എറണാകുളത്താണ് എൻ്റെ പ്രോപ്പർ സ്ഥലം. എറണാകുളത്ത് പേട്ടയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ പേട്ടയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മഴ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്ലാറ്റിൻ്റെ കാർ പോർച്ചിലേക്കെല്ലാം മൊത്തം വെള്ളം കയറി അൽക്കുത്താവും. പക്ഷെ നാട്ടിൽ ഈ ഒരു പ്രശ്നമൊന്നുമില്ല. നാട്ടിൽ നല്ല. അപ്പം എനിക്ക് താല്പര്യം നാട്ടിൽ തന്നെയാണ്. ഞാൻ ജോലിയുള്ളത് കൊണ്ട് മാത്രമാണ് എറണാകുളത്ത് നിൽക്കുന്നത്. കാരണം കൊല്ലത്ത് ഇപ്പോൾ നമ്മൾ താമസിച്ചപ്പോൾ എല്ലാവരും ഒരു 10 പേര് കുളിച്ചത് തീട്ടവെള്ളത്തിലായി. കാരണം NHൻ്റെ വർക്ക് എടുക്കുന്നതിനുണ്ട് JCB സെപ്റ്റി ടാങ്കിൻ്റെ പൈപ്പ് പൊട്ടിച്ച് നമ്മളെ പൈപ്പുമായി കണക്ഷൻ ചെയ്ത് ഒന്നിച്ചിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളം വന്നത് സെപ്റ്റി ടാങ്കിലത്തെ വെള്ളമാണ്. നോക്കുമ്പോൾ മഞ്ഞ വെള്ളം. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ പോവാ ഷവർ തുറക്കാം, പക്ഷെ ഷവറിൽ വന്നത് സെപ്റ്റി ടാങ്കിൻ്റെ വെള്ളമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നഗരങ്ങൾ വല്ലാത്ത എന്താ പറയുക, മലിനമായ നഗരമാണ്. നഗരത്തെ ഒരിക്കലും ആഗ്രഹിക്കരുത്. നഗരത്തിൽ പോയി വീടുണ്ടാക്കി അവിടെ താമസിക്കാൻ നോക്കരുത്. അതൊരു പരാജയമാണ്. പക്ഷേ കാണാനുള്ള ഭംഗികളും നമുക്ക് നല്ല അന്തരീക്ഷവും പ്രകൃതി ഇണങ്ങിയ വെള്ളം കിട്ടുന്നത് ഗ്രാമത്തിൽ നമ്മളെ നാട് മാത്രമാണ്. പട്ടണങ്ങൾ, നഗരങ്ങൾ താൽക്കാലിക ആവശ്യങ്ങൾക്ക്, താൽക്കാലിക 3-4 ദിവസത്തിന് നമ്മൾ പോയി കറങ്ങി വരാനുള്ളൊരു നഗരം മാത്രമാണ്. അവിടെ ലുലുമാളുണ്ട്. ലുലുമാൾ എല്ലാ സൗകര്യങ്ങളും. പക്ഷെ എന്ത് കാര്യം, ഒരു 2 മഴ വന്നു കഴിഞ്ഞാൽ ഉള്ള കുപ്പിയും ഉള്ള ചപ്പുചവറും ഉള്ള പമ്പസൊക്കെ നമ്മളെ റൂമിൻ്റെ അകത്ത് ഇങ്ങനെ കയറി ഒലിഞ്ഞ് ആ വെള്ളത്തിൽ തന്നെ കാലിട്ടിട്ട് തന്നെയാണ് നമ്മൾ തരണം ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആസാമിൽ നിന്ന് മേഘാലയ പോകുന്ന കാഴ്ചകൾ. അതിന്
അതിമനോഹരമായ കാഴ്ചകൾ. പക്ഷെ റോഡൊക്കെ നല്ല ഭംഗിയുണ്ട്. അഴിമതി കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു നാട്ടിലൊക്കെ. നാട്ടിലൊരു പാലം പണിഞ്ഞാൽ 10 ദിവസം അത് കൂടെ നിൽക്കൂല. നമ്മൾ ഷിലോങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങിയായിരുന്നു. നമ്മൾ ഷിലോങ്ങിൽ പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനും അതേപോലെ തന്നെ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലങ്ങളിൽ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തിലാണ്. ഇവിടെ കൂടുതൽ പൈനാപ്പിളാണ് കേട്ടോ. പൈനാപ്പിളാണ് കൂടുതൽ ഇവിടെ. ഏറ്റവും കൂടുതൽ വില കുറവിലുള്ളത് പൈനാപ്പിളാണ്. എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ പവ്വാല് ചുട്ടിയ മാതിരി നിൽക്കുന്നത്. കാരണം എത്ര ദിവസമായി എന്നൊക്കെ 37 മണിക്കൂറായി കുളിക്കാതെ മുഖം പോലും കഴിയാതെ യാത്ര ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ പൈനാപ്പിളാണ്. നാട്ടിലത്തെ അതേപോലെ ചെറിയ ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ പൈനാപ്പിളിന്. അപ്പോൾ നാട്ടിലത്തെ അതേ പൈനാപ്പിളാണ്. ഇവിടെ കുറേ അച്ചാർ, ഒരുപാട് തരം അച്ചാറുകളുണ്ട് കേട്ടോ ഇവിടെ. നാട്ടിൽ നിന്ന് ഷിലോങ്ങിലേക്ക് പോകുന്നതിൻ്റെ മിഡിലാണ് നമ്മൾ. മേഘാലയ, ഇതാണ് നമ്മൾ നിർത്തിയ സ്ഥലത്തിലെ ഹോട്ടൽ. മേഘാലയയിലൊരു പ്രദേശമാണ്. ഷിലോങ്ങിലേക്ക് പോകുന്ന ബൈക്കാണ്. ചേച്ചി ഒരു സലാഡ് കൊണ്ടതിനുണ്ട്. ഒരു ചെറുനാരങ്ങ പീസാക്കിയതും. ഇതാ ഹായ് കൊടുക്ക. ഹായ്. അത് നമ്മളെ കുട്ടികളെ നമുക്കൊരു ഭയങ്കര ബഹുമാനമാണ്. യവനല്ല വേസ്റ്റാണ് എൻ്റെ ജീവിതത്തിൽ. നമ്മളെ കുട്ടികളൊക്കെ ബഹുമാനിക്കണം. അയ്യോ അവന്മാർ പാമ്പ്. ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചോറ്, പപ്പടം, ഇത്തർക്കുള്ളൂ പപ്പടം, ഒരു ഇത്തർക്കുള്ള പപ്പടം. പിന്നെ ഇത് കൂട്ടുകറിയാണ്. ചായ മധുരം കമ്മി. മധുരം കമ്മി. മധുരം ഷുഗർലെസ്. ടീ ഷുഗർലെസ്. മീനാച്ചി എന്താ സംഭവം? ഇത് ദാളാണ്. ഇത് ദാള്. ഇത് പനീർ ബട്ടർ മസാലയുടെ വേറൊരു രീതിയാണ്. ഇത് കൂട്ടുകറി 2 ഉണ്ട്. കൂട്ടുകറി കടല ഇട്ട കൂട്ടുകറിയാണ്. ഇത് സാമ്പാർ. ഇത് ഒരു നമ്മളെ കിഴങ്ങിയുടെ ഒരു സംഭവമാണ്. റൈസ്, തൈരുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. തൈര് ഇഷ്ടമാണ്. പിന്നെ സലാഡ്. പിന്നെ അത്രയും സാധനങ്ങളൊക്കെയാണ് ഇവിടുത്തെ കേട്ടോ. അപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി വീഡിയോ എടുക്കും. ഒരു പ്രദേശമാണുണ്ണി ബ്ലോക്കുകൾ കൊണ്ടന. നമ്മൾ ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് ഇപ്പോൾ കറങ്ങി വന്നത്. ഡാമാണ്. ഇവിടെ സിംഹങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പുലികളുണ്ടെന്നാണ് പറയുന്നത്. ഷിലോങ്ങിലേക്കുള്ള യാത്ര ഒരുപാട് അനുഭവങ്ങൾ കാഴ്ചപ്പാടാണ്. കാരണം ഒരുപാട് നല്ല നല്ല ഡാമുകളാണ്. മുല്ലപ്പെരിയാർ പോലത്തെ നമ്മൾ മുല്ലപ്പെരിയാർ ഗവിയിലൂടെ പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇതിൽ പോകുമ്പോൾ. ഞങ്ങളെങ്ങനെയാണോ ഗവിയിലൂടെ KSRTC ഉണ്ട് ഗവിയിലേക്ക്. കാരണം മുല്ലപ്പെരിയാറിൻ്റെ കൂടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അത് മുല്ലപ്പെരിയാറിൻ്റെ ഡാമിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നമ്മളത് തേക്കടിയിൽ നിന്ന് ബോട്ട് പിടിച്ച് വേണം പോകാൻ. അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വണ്ടിപ്പെരിയാറിന് ഗവിയിലോട്ട് പോകണമെങ്കിൽ KSRTC ഉണ്ട്. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പലവട്ടം പോയിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തുള്ളൊരു ഫീലിംഗ് ആണ്. ഇവിടെ ഡാം കണ്ടു. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടതൊരു ഡാമാണ്. ആ ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് വാഹനം കടന്നു പോകുന്നത്. അപ്പോൾ അത് ഗവിയിലുള്ള ഒരു ഫീലിംഗ് ആണ്. കാരണം ഗവിയിൽ ഇതുപോലൊരു സ്ഥലമുണ്ട്. കാരണം അവിടെ തണുപ്പെന്നേ ഉള്ളൂ. തണുപ്പെന്നല്ല, ഇതൊരു തണൽ കൂടിയൊരു തണുപ്പാണ്. പക്ഷേ ഇവിടെ ചൂടാണ്. അത്രേ ഉള്ളൂ. ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഗവിയിലൂടെ പോകുന്ന ഗവിയിൽ ഇത്രയും കൂടി വാഹനങ്ങളുണ്ട്. നമ്മൾ അലോടുള്ള KSRTC ബസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ ഗവിയിലൂടെ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇവിടെ എന്തായാലും നിങ്ങളാരും വരുമെന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഗവിനെ താരതമ്യം ചെയ്ത് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടേക്കൊക്കെ വരണമെങ്കിൽ ഒരുപാട് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരേ ദിവസം നമ്മൾ റണ്ണിങ് ചെയ്ത് വേണം ഇവിടെ എത്താൻ. നാട്ടിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 5 ദിവസമൊക്കെ പിടിക്കും ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ആരും അങ്ങനെ ഇങ്ങോട്ട് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അത് ഞാൻ ഇവിടുത്തെ പ്രദേശവും ഞാൻ വണ്ടിപ്പെരിയാണെങ്കിൽ നമുക്ക് അടുത്തേ ഉള്ളൂ. എറണാകുളത്ത് നിന്നൊരു ഏകദേശം ചെറിയ കിലോമീറ്ററേ ഉള്ളൂ. വലിയ ഇതൊന്നുമില്ല. കാരണം വാഗമണൊക്കെ കഴിഞ്ഞ് പിന്നെ ഏലപ്പാറ കുട്ടിക്കാനൊക്കെ കഴിഞ്ഞാൽ പിന്നെ പീരുമേട് കഴിഞ്ഞാൽ പിന്നെ വണ്ടിപ്പെരിയാർ ഗവിയിലേക്ക് പോകാൻ വലിയ താമസമൊന്നുമില്ല. നമ്മൾ കാറ് പിടിച്ച് തന്നെ പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഗവിനെ വെച്ച് ഞാനാണ് ഇവിടെ താരതമ്യം ചെയ്തത്. ഓക്കെ, ഹായ്, ഐ ആം ഫ്രം ഷിലോങ്. ഷിലോങ്ങിൽ നമ്മളെ ബായ് ആണ്. ഒരു ഹായ് ആണ്, നമ്മളെ റിസപ്ഷനിലാണ് കേട്ടോ. അപ്പം നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി കേട്ടോ. ലക്ഷ്യസ്ഥാനം ഷിലോങ്ങിലേക്ക് എത്തി നമ്മൾ. പക്ഷേ ഇനി നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ പോകാനുണ്ട്. 70 കിലോമീറ്റർ ഇനിയും പോകണ്ടല്ലേ. എവിടെ? ചിറാപുഞ്ചി. അവിടെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സംസ്ഥാന സമ്മേളനം. അപ്പം നാളെ രാവിലെ ആയിരിക്കും അവിടുത്തെ ബസ്. 2 റൂട്ടിലേക്കാണ് അല്ലേ? എത്ര മണിക്ക് ബസ്? നീ കാര്യങ്ങൾ പറ. 8 മണിക്ക് രാവിലെ ബസ്. നമ്മളെ കറങ്ങാനായിട്ട് നമ്മൾ ബസ് ബുക്കാക്കിയിട്ടല്ലോ, വിളിച്ചിട്ട് ബുക്കാക്കും. അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രസമുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം ഒരുപാട്. അപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ ഷിലോങ്ങിലാണ്. ഷിലോങ്ങിൽ നമ്മളിപ്പോൾ പോലീസ് ബസാറിലാണ് ഉള്ളത്. അപ്പോൾ പോലീസ് ബസാറാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ. ഇവിടെയാണ് ഏറ്റവും ഡ്രസ്സിനൊക്കെ ചെറിയ വിലയാണ് കേട്ടോ ഡ്രസ്സിനൊക്കെ. ഒരുപാട് ആൾക്കാരുകൾ തിങ്ങി പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ്, ഒരു സ്ട്രീറ്റാണ്. ഇവിടെയാണ് ബ്ലാങ്കറ്റിനൊക്കെ ചെറിയ പൈസയാണ്. അധികവും പെണ്ണുങ്ങളുടെ ഡ്രസ്സാണ് കേട്ടോ. അതൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് വില കുറവാണ് കേട്ടോ. എല്ലാ സാധനങ്ങൾക്കും വില കുറവാണ്. ചെറിയ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ചെറിയ വിലകളൊക്കെ ചെറിയ കുറവാണ് കേട്ടോ. എനിക്ക് പറയാം ചൈനയിൽ പോയവരായിരുന്നു. ഇപ്പോൾ ചൈനയൊക്കെ വെറും 40 രൂപ ചെരുപ്പിനൊക്കെ. ചെറിയ റേറ്റുകളാണ് കേട്ടോ. എല്ലാ ഡ്രസ്സിനൊക്കെ പെണ്ണുങ്ങളുടെ ഡ്രസ്സിനൊക്കെ 30 രൂപ, 40 രൂപ, 50 രൂപ. ജനത്തിന് തിരക്കാട്ടോ. ജനത്തിന് തിരക്കാണ്. ജനം ഭയങ്കര തിരക്കാണ്. ഇതാണ് നഗരം. ഇവിടുത്തെ കാഴ്ച കാണണം. 30 രൂപ, 40 രൂപ, 50 രൂപ. അതാ 40 രൂപ, 50 രൂപ, 30 രൂപ. $40, $50, $60. Yes, man, coming. That has a Jesus Christ. So can you talk something? No hands. Cooling glass hands. No Jesus, no light, my brother. Yes. ഇതൊക്കെ 100 രൂപ ഉള്ളൂ. 100, 50 രൂപ, 60 രൂപ, 40 രൂപ. അതൊക്കെ 40 രൂപ, 30 രൂപ ഉള്ളൂ. 30 രൂപ, 40 രൂപ, 30 രൂപ, 40 രൂപ. ബ്ലാങ്കറ്റൊക്കെ ഉണ്ട്, നല്ല ബ്ലാങ്കറ്റൊക്കെ. 200 രൂപ ബ്ലാങ്കറ്റ്, 200 രൂപ ബ്ലാങ്കറ്റ്. 20, 30 രൂപ. പെണ്ണുങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് 40 രൂപ. आइए नीचे आइए, एक तब बाजार आइए, देखिए ट्राई करिए. आइए वो बच्चा बना नहीं हमारे. അതൊക്കെ ഭയങ്കര ചെറിയ റേറ്റാണ് ഇവിടെ. ഒരുപാട് റേറ്റ് കുറവാണ്. 100 രൂപ, 80 രൂപ, 90 രൂപയൊക്കെയാണ് പിള്ളേരെ ഡ്രസ്സൊക്കെ. ഇതിനൊക്കെ വെറും 90 രൂപ, 200 രൂപ. ചെരുപ്പിനൊക്കെ 40 രൂപ, 50 രൂപ ഉള്ളൂ. എല്ലാം വില കുറവാണ്. ഇതാ ലേഡീസ് ചെരുപ്പ് ഇതിനൊക്കെ 50 രൂപ, 60 രൂപ, 70 രൂപ, 30 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് ഇവിടെ.
ഇതാ ഫ്രൂട്ട്സുകൾ കാന്താരി മുളക്, കുരുമുളക്, വലിയ വലിയ മുളക് എല്ലാം ഉണ്ട്. വള്ളി, ഷൂവിൻ്റെ വള്ളി, കമ്മല്. കിतना है ചെരുപ്പ്? കിട്ടി 50 രൂപ ഉള്ളൂ ഈ ചെരുപ്പിന് 50 രൂപ ഉള്ളൂ. ഇതാ ഷൂസിനൊക്കെ ചെറിയ പൈസയാണ്, ചെറിയ പൈസകളാണ് ഷൂസിനൊക്കെ. അതൊക്കെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നിൽക്കൂല, ചിലപ്പം പൊട്ടിപ്പോവും. ചെരുപ്പിനൊക്കെ 50 രൂപ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, ഇവിടുന്നൊക്കെ കൊണ്ടുപോകായിരുന്നു, പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോകാനൊക്കെ പാടാണ്. कितना है? ये कितना है? 100 ഇതൊക്കെ ഷാളിനൊക്കെ 30 രൂപ ഉള്ളൂ. 30 രൂപ 40 രൂപ ഉള്ളൂ. ചെറിയ ചീപ്പ് റേറ്റാണ്. 30 രൂപ 40 രൂപ ഉള്ളൂ. വില ഭയങ്കര കുറവാണ്. ഇതാണ് പോലീസ് ബസാർ എന്ന് പറയുന്നത്. ഷിലോങ്ങിലെ പോലീസ് ബസാർ. ഭയങ്കര ജനക്കൂട്ടാണ്. आइए नीचे आइए, एक कप बाजार आइए, देखिए ट्राई करिए। आइए 10 रुपये 20 रुपये 30 रुपये 50 रुपये। आइए नीचे आइए, एक कप बाजार हाय गाइस, हाय भैया भैया Hai. ഷിലോങ്ങിലെ റെസ്റ്റോറൻ്റാണ്. നമ്മളുടെ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ട്. എന്തൊക്കെ ഓർഡർ ആക്കി? ദാൽ തഡ്കാവും ബട്ടർ നാൻ. നമ്മളെ ഭക്ഷണം വന്നിരിക്കുകയാണ്. ബട്ടർ നാനും ആലു
അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചോട്ടെ എന്തായാലും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ ഞാൻ ये नम्मा मेड्रेस कहते हैं, ये पुलिस बाजार थाना रोड पे है और आप लोग का सभी का स्वागत है यहाँ पे। कभी हम लोग के यहाँ पे आइए और सेवा करने का मौका दीजिए और सर तो है ही यहाँ पे, तो हम लोग का प्रमोट भी कर रहे हैं, इसके लिए बहुत बहुत धन्यवाद इनका और बहुत अच्छा लगा सर से मिलके। നല്ല ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഷിലോങ്ങിലേക്ക് ആരെങ്കിലും ട്രിപ്പും കാര്യങ്ങളൊക്കെ ഫാമിലി ആയിട്ടോ അല്ലാതെ ഫ്രണ്ട്സായിട്ടോ വരുവാണെങ്കിൽ ഈ ഹോട്ടൽ ലൊക്കേഷൻ പോലെ ये आपका पुलिस बाजार, मेन पुलिस बाजार थाना रोड, ऑपोजिट कुजिन रेस्टोरेंट। कुजिन इज ऑल्सो आवर एंड दिस रेस्टोरेंट इज अबव इकोनॉमिक मेडिकल. Please do come over here and enjoy your meals over here. Thank you very much. അപ്പോൾ ഈ പോലീസ് ബസാറിൻ്റെ സീറ്റിൽ നമ്മൾ മെഡിക്കലിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ थाना रोड. थाना रोഡിലാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. Thank you.